അതേപോലെ മൊബൈലിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തിന് വേണ്ടിയായിരിക്കണം. നല്ല കാര്യം പറഞ്ഞല്ലോ. ഇത് സ്ത്രീയും പുരുഷനും തമ്മിൽ അനുപാതം ഞാൻ പറഞ്ഞുതരാം. ഓൺലി ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇന്ന കാലഘട്ടത്തിൽ അത് അശ്ലീലം ഷെയർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ്. പുരുഷന്മാര് അത് തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസും ആർട്സും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു സാധനത്തിന് സ്ത്രീകൾ അതിലോട്ട് വന്ന് ഈ പറയുന്ന പ്രദർശനങ്ങൾ കാണിച്ച് അതിനെ മിസ്യൂസ് ചെയ്തു. ഇപ്പൊ കേരളത്തിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞില്ലേ? ഈ സബ്സ്ക്രിപ്ഷൻ പുരുഷന്മാരും സബ്സ്ക്രിപ്ഷൻ ഓൺ ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ ആർട്സും കാര്യങ്ങളും അവർ ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോൾ സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തോട്ടൽ നമുക്ക് വരുന്നുണ്ടല്ലോ. ലൈക്ക് അത് ആണുങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന പല ആപ്പുകളും വഴി വീഡിയോ കോൾ ചെയ്ത് വേറെ പെണ്ണുങ്ങളെ കണ്ട് കോൺസെൻട്രേഷൻ ചെയ്യാണ്. കൂടുതലായിട്ടുള്ള വീഡിയോ കോള് പുരുഷന്മാർ പറയാതെ ഹണി ട്രാപ്പിൽ പെടുന്ന സ്ത്രീകളുണ്ട് ഇല്ലേ? ഇതെല്ലാം ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മെസ്സേജസ് സർവീസ് അവൈലബിൾ ഞാൻ ചോദിക്കും കോൺടാക്ട് സർവീസ് ചെയ്തരുമെന്ന് ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്. ഈ കാര്യം മാത്രം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ആണുങ്ങളെല്ലാം മൊബൈലിനകത്ത് കയറിയിരുന്ന് മറ്റേ പരിപാടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സമ്മതിക്കത്തില്ല. ഇപ്പൊ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. അത് സാധാരണ ആണുങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ കൂടി കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല കാര്യങ്ങൾക്കായിരുന്നു ഉപയോഗിക്കുന്നത്. ഇന്ന് കുറച്ച് അലവലാദികൾ പെണ്ണുങ്ങൾ വന്നിട്ട് അതിനകത്തൂടെ മറ്റേ പരിപാടി, അതായത് ഇത്രയും കാണിക്കുന്നതിന് ഇത്ര രൂപ, അതിന്റെ താഴോട്ട് കാണിക്കുന്നതിന് ഇത്ര രൂപ, മൊത്തം കാണിക്കുന്നതിന് ഇത്ര രൂപ, വില പേശി പൈസ മേടിക്കുക ആണുങ്ങളുടെ കയ്യിൽ നിന്ന്. ഇത് കുറച്ച് ദാരിദ്ര്യം പിടിച്ച കുറച്ച് ആളുകളൊക്കെ അതിനകത്തിൽ 100-300 രൂപയൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് അത് ചെയ്യുന്നുണ്ട്. ചെയ്തോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇമാതിരി പരിപാടി കാണിച്ചിട്ട് ഇതുപോലെ വന്നിരുന്ന് ഒരുമാതിരി ന്യായീകരണം നടത്തരുത്. അത് മാത്രം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ചെയ്യുന്നവർ ചെയ്യോട്ടെ, അത് നമുക്ക് പ്രശ്നമുള്ള കേസല്ല. അത് യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും അവർക്ക് പൈസ കൊടുത്തിട്ട് അവർ ചെയ്യുന്നതാണ്. പക്ഷേ ഒരു സമൂഹം ചെറുപ്പക്കാരുടെ അല്ല കുഞ്ഞുങ്ങളുടേതായിട്ട് ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ കാണിക്കും അവരിതൊക്കെ വളർന്നാണ് വരുന്നത്. അത് ആലോചിച്ചിട്ട് വേണം ഇതൊക്കെ പറയാൻ.